നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ഇന്ത്യയുടെ ധാതു കലവറയായ ഒഡീഷയ്ക്ക് മറ്റൊരു സൂപ്പർ ബമ്പർ ജാക്ക്പോട്ട്. വിവിധ ജില്ലകളിലായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയത് ഏകദേശം 20 ടൺ സ്വർണ്ണ ശേഖരം. നിലവിലെ വിപണി വില പ്രകാരം ഇതിന്റെ മൊത്ത മൂല്യം 20,000 കോടിയിലേറെ വരും. സ്വർണ്ണശേഖരം സംബന്ധിച്ച് സ്ഥിരീകരിച്ച റിപ്പോർട്ട് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഡിയോഗഡ്, കിയോജ്ഞർ, സുന്ദർഗഡ്, നബാങ്പൂർ, അങ്കുൽ, കോരാപൂത് എന്നിവിടങ്ങളിലാണ് നിലവിലെ സ്വർണ്ണശേഖരം സ്ഥിരീകരിച്ചതെന്ന് സംസ്ഥാന ധാതുവകുപ്പ് മന്ത്രി വിഭൂതി ഭൂഷൺ ജൈന വ്യക്തമാക്കി. സ്വർണ്ണശേഖരമുണ്ടെന്ന് പ്രാഥമിക സൂചനകൾ ലഭിച്ച മയൂർഭഞ്ച്, മൽക്കാൻഗിരി, സാമ്പൽപൂർ, ബൗദ്ധ് എന്നിവിടങ്ങളിൽ തുടർ പരിശോധനകൾ നടക്കുന്നു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഒഡീഷ മൈനിംഗ് കോർപ്പറേഷൻ എന്നിവരുമായി സഹകരിച്ച് ഡിയോഗാഡിലെ സ്വർണ്ണ ഖനന പ്രവർത്തനങ്ങൾക്കായി ലേലം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഒഡീഷ സർക്കാർ. നിലവിൽ ഏറെ ധാതു സമ്പന്നമാണ് ഒഡീഷ. ബോക്സൈറ്റ്, ഇരുമ്പുയിര് തുടങ്ങിയവയാണ് പ്രധാനം. ഇതോടൊപ്പം ഇപ്പോൾ സ്വർണ്ണ ശേഖരവും കണ്ടെത്തിയതെന്നത് സംസ്ഥാനത്തിന് വൻ സാമ്പത്തിക കുതിപ്പാകും. സ്വർണ്ണ ഖനനം ചെയ്യുന്നതിന് മുൻപായി സംസ്ഥാന പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തും. മേഖലകളിലേക്ക് റോഡ്, വൈദ്യുതി, വെള്ളം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഖനന പ്രവർത്തനങ്ങളും തുടങ്ങുന്നത് വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. ഇത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്കും നേട്ടമാകും. പുതിയ ബിസിനസ് അവസരങ്ങൾക്കും വഴി തുറക്കും. ഇന്ത്യയിൽ ശരാശരി 1.5 ടൺ സ്വർണ്ണമാണ് പ്രതിവർഷം ഖനനം ചെയ്യുന്നത്. ഉപയോഗത്തിനുള്ള സ്വർണം വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യവുമാണ് ഇന്ത്യ. പ്രതിവർഷം 800 ടണ്ണാണ് ശരാശരി ഇറക്കുമതി. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒഡീഷയിൽ നിലവിൽ കണ്ടെത്തിയ സ്വർണത്തിന്റെ അളവ് നാമം മാത്രമാണ്. എങ്കിലും ആഭ്യന്തര ഉൽപ്പാദനം ഉയരുന്നതും അതുവഴി ഇറക്കുമതി ഒരു പരിധിവരെ കുറയ്ക്കാനാകുമെന്നതും ഇന്ത്യക്ക് ആശ്വാസമാകും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.